ടെൻഷൻ, മാനസിക സമ്മർദ്ദം ഇവ കൊണ്ട് അസിഡിറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഇതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അസിഡിറ്റിയോ ഉദരരോഗങ്ങളോ ഉള്ള എല്ലാവർക്കും ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടോ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടോ അല്ല അസിഡിറ്റി വരുന്നത്. എന്നാലും ഒട്ടുമിക്ക ആൾക്കാരിലും നമ്മൾ ഇതുപോലെ അസിഡിറ്റിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നവരിൽ നമ്മൾ ചോദിച്ചറിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ടെൻഷനോ മാനസിക സമ്മർദ്ദങ്ങളോ കണ്ടുവരാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ടെൻഷൻ അല്ലാണ്ട് പെട്ടെന്നുണ്ടാവുന്നതല്ല. കാലങ്ങളായിട്ട് ഇതുപോലെ വിട്ടുമാറാത്ത എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ, അത് ജോലിയുടെ ഭാഗമായിക്കോട്ടെ, കുടുംബത്തിന്റെ അല്ലെങ്കിൽ ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടാവുന്ന ടെൻഷൻ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാവുന്ന ടെൻഷൻ, അല്ലെങ്കിൽ പഠനം, ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ടെൻഷൻ, ഇതിങ്ങനെ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസ് അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, അത് വയറിലെ ദഹനരസങ്ങളെ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, വയറിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിനൊക്കെ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും, അതുകൊണ്ട് വിട്ടുമാറാത്ത അസിഡിറ്റിയിലേക്ക് അത് പോകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് അസിഡിറ്റിക്ക് ചികിത്സ തേടുന്നവരോട് നമ്മൾ ഇതുപോലെ മാനസിക സമ്മർദ്ദങ്ങളോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ എല്ലാവർക്കും, ഉദരരോഗങ്ങളുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ള എല്ലാവർക്കും ഇതുപോലെ ടെൻഷൻ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉള്ളത് കൊണ്ടല്ല അസിഡിറ്റി വരുന്നത്. അതിന് വേറെ പല കാരണങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെ മാനസിക സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ വളരെ ടെൻഷൻ ഉള്ളവരിലും ഇതുപോലെ അസിഡിറ്റി അല്ലെങ്കിൽ ഉദരരോഗങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്.